നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടയിൽ കുഞ്ഞു മരിച്ച സംഭവം. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലാണ് ഈ ദുരന്തമുണ്ടായത്. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിനോട് അവധിയിൽ പ്രവേശിക്കാൻ ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഡോക്ടർ ബിന്ദു സുന്ദർ നേരത്തെയും നിരവധി ആരോപണങ്ങളിൽപ്പെട്ടിരുന്നു. ബിന്ദുവിനെതിരെ ഒട്ടേറെ പരാതികൾ ഉയർന്നു വന്നിട്ടും അവയ്ക്കൊക്കെ നേരെ കണ്ണടയ്ക്കുകയായിരുന്നു അന്നൊക്കെ ആരോഗ്യവകുപ്പ്. ഒടുവിൽ ഗതികെട്ട് ഗത്യന്തരമില്ലാതെ ഡോക്ടർ ബിന്ദുവിനോട് അവധിയിൽ പ്രവേശിക്കാൻ പറയുന്നു. എന്നാൽ ഇതിനിടയിൽ എത്രയോ മനുഷ്യജീവിതങ്ങളെ ദുരിതക്കയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഈ ഡോക്ടർ. ഇക്കഴിഞ്ഞ ജനുവരി 31 മറ്റൊരു ശസ്ത്രക്രിയ പിഴവ്. ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചതിന് തൊട്ടു പിന്നാലെ SAT ആശുപത്രിയിലേക്ക് രോഗിയെ റഫർ ചെയ്തു. പൂർണ്ണഗർഭിണിയായ വിതുര സ്വദേശിനി ഹസ്ന ഫാത്തിമയെ 2025 ജൂൺ 18 നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. തുടർന്ന് 19 പ്രസവം നടന്നു. പ്രസവത്തിന് ശേഷം അശാസ്ത്രീയമായി എപ്പിസോട്ടമി ഇട്ടതുകൊണ്ട് മലദ്വാരത്തിലേക്കുള്ള ഞരമ്പ് മുറിഞ്ഞു. തുടർന്ന് മലമൂത്ര വിസർജനം മൂത്രനാളിയിലൂടെ. ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. തുടർന്ന് പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ നിരവധി ചികിത്സകൾ. എല്ലാറ്റിനും ഒടുവിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതോടെ കുടലിനെ ബാധിച്ച വലിയ ആരോഗ്യ പ്രശ്നമാണ് തനിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് യുവതിക്ക് മനസ്സിലാകുന്നു. 23 വയസ്സുള്ള ആ രോഗിയുടെ ജീവിതം അതീവ ദുസ്സഹമായി. തുടർന്ന് 10 മാസത്തോളം സ്വന്തം കുഞ്ഞിനെ പോലും കയ്യിലെടുക്കാൻ നിർവാഹമില്ലാതെയിരുന്നു ആ യുവതി. 10 മാസങ്ങളോളം കുഞ്ഞിനെ മുലയൂട്ടാൻ പോലും ആ യുവതിക്ക് കഴിഞ്ഞില്ല. ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ എനിക്ക് തെറ്റുപറ്റി എന്ന് ഡോക്ടർ തുറന്നു പറഞ്ഞിരുന്നു എങ്കിൽ ആ രോഗി ഇത്രയധികം ക്ലേശം അനുഭവിക്കില്ലായിരുന്നു. ഒടുവിൽ ആ രോഗി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, എൻ്റെ വയറ്റിൽ ഓപ്പറേഷൻ ചെയ്യാൻ ഇനി സ്ഥലമില്ല. ഡോക്ടറുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ് സ്വന്തം പണം മുടക്കി ആംബുലൻസ് വിളിച്ച് എന്നെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചത്. പ്രസവത്തിനിടയിൽ തുന്നലിടുന്ന സമയത്താണ് ഡോക്ടറുടെ ഭാഗത്ത് അലംഭാവമുണ്ടായത്. വലിയ വീഴ്ചയാണ് ഡോക്ടർ വരുത്തിയത്. ഇത് മറയ്ക്കാൻ ഡോക്ടർ പ്രാഥമിക ചികിത്സ നൽകി യുവതിയെ വീട്ടിലേക്ക് വിട്ടു. ആരോഗ്യ പ്രശ്നം ഗുരുതരമായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലെത്തി. അങ്ങനെയാണ് ഒടുവിൽ ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിലേക്ക് അതേ ഡോക്ടർ രോഗിയെ അയച്ചത്. കിടപ്പാടം പണയപ്പെടുത്തി ലഭിച്ച തുകയും ജീവിതമാർഗമായ ഓട്ടോയും വിറ്റാണ് ആ യുവതി ഒടുവിൽ ചികിത്സ തേടിയത്. ആ കുടുംബം ഇന്നും ദുരിതക്കയത്തിൽ തന്നെ ജീവിക്കുന്നു. അതിന് ഉത്തരവാദിയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ഒരു ചെറുവിരൽ പോലും അന്ന് ആരോഗ്യവകുപ്പ് അനക്കിയില്ല. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചാൽ അത് കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. കാരണം അന്വേഷിക്കാനെത്തുന്ന ഡോക്ടർമാരുടെ സംഘം ഒരു സഹാനുഭൂതിയോടെ മാത്രമേ ഇത്തരം ഡോക്ടർമാരെ നോക്കിക്കാണൂ. അവരെ രക്ഷിക്കാനുള്ള സർവ്വതന്ത്രങ്ങളും പയറ്റും. മുമ്പൊരിക്കൽ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ വയറ്റിൽ തുടിവെച്ച് മറന്നുപോയ സംഭവം നമുക്ക് ഓർമ്മയിലുണ്ട്. പാലോട് സ്വദേശിനി നിരഞ്ജനയുടെ കുഞ്ഞാണ് ഇക്കഴിഞ്ഞ ദിവസം ചികിത്സാ പിഴവ് മൂലം മരിച്ചത്. ഡോക്ടർക്കെതിരെ മുൻപ് നിരവധി പരാതികൾ ഉയർന്നിരുന്നല്ലോ എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. സംഭവം അന്വേഷിക്കാൻ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം ഇന്ന് ജില്ലാ ആശുപത്രിയിലെത്തും. ഇക്കഴിഞ്ഞ ദിവസമാണ് പൂർണ്ണഗർഭിണിയായ നിരഞ്ജനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിശോധനയ്ക്കെത്തിയ നിരഞ്ജനയോട് അഡ്മിറ്റ് ആവാൻ നിർദ്ദേശിച്ചു. പുലർച്ചെ 4 മണിയോടെ നിരഞ്ജനയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഉച്ചയ്ക്ക് 2 മണിയോടെ സിസേറിയൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തു. പിന്നാലെ കുഞ്ഞ് മരിക്കുകയായിരുന്നു. ശ്വാസതടസ്സമാണ് മരണകാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുയർന്നു. ഡോക്ടറുടെ ചികിത്സാ പിഴവ് തന്നെയാണ് കുഞ്ഞ് മരിക്കാൻ കാരണമെന്ന് ബന്ധുക്കൾ ആരോപണമുന്നയിച്ചു. തുടർന്ന് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കളുമൊക്കെ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ആശുപത്രിയിലേക്ക് എത്തി. കേരളത്തിലെ ആരോഗ്യരംഗം പൂർണ്ണമായി മാറിയിരിക്കുന്നു. ചെറുകിട ആശുപത്രികളൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നതേയില്ല. കേരളത്തിലെ ചെറിയ ടൗണുകളിലും ഗ്രാമങ്ങളിലുമൊക്കെ മുമ്പ് ധാരാളം ക്ലിനിക്കുകൾ പ്രവർത്തിച്ചിരുന്നു. മിക്കവാറും ഉത്തരവാദിത്വത്തോടുകൂടി ഏതെങ്കിലും ഒരു ഡോക്ടറുടെ നേതൃത്വത്തിലായിരിക്കും ഇത്തരം ക്ലിനിക്കുകൾ പ്രവർത്തിക്കുക. ഇടത്തരം ആശുപത്രികളെന്ന് ഇവയെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. രോഗികളുമായി വളരെ അടുത്ത ആത്മബന്ധമുള്ള ഡോക്ടർമാരുടെ വലിയ ഒരു നിര. ഇത്തരം ആശുപത്രികളിലേക്ക് വിശ്വസിച്ച് ചികിത്സയ്ക്കെത്താം. അവർ ഉത്തരവാദിത്വത്തോടെ പെരുമാറും. കാരണം പ്രാദേശികമായി വലിയ ഹൃദയബന്ധമൊക്കെ ഈ ആശുപത്രി ഉടമകളും സമീപവാസികളും തമ്മിലുണ്ട്. എന്നാൽ പിന്നീട് ഈ ആശുപത്രി മേഖല പൂർണ്ണമായി കുത്തകകൾ കൈയടക്കി. കഴിവുള്ള ഡോക്ടർമാരെ അവർ റാഞ്ചിയെടുത്തു. ചെറുകിട ആശുപത്രികൾക്ക് നിലനിൽപ്പില്ലാതായി. ചികിത്സാ ചെലവ് കൂടിക്കൊണ്ടിരുന്നു.
സ്വകാര്യ ആശുപത്രിയെ ചികിത്സയ്ക്കായി സമീപിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണച്ചിലവുള്ള ഒരു കാര്യമായി മാറി. പിന്നീട് കേരളത്തിലെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് വലിയ പണമുടക്കുള്ള അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്കൊക്കെ കേരളത്തിലെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി മാറുന്ന കാഴ്ച. മുമ്പൊക്കെ ആശുപത്രിയെ ഒരു ആതുര സേവനം എന്നൊക്കെ വിളിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. വൻകിട ഗ്രൂപ്പുകൾ എത്തിയതോടെ ചെറുകിട ആശുപത്രികൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്നു എങ്കിൽ വലിയ പേരും പ്രശസ്തിയുമുള്ള ആശുപത്രികളിലേക്ക് രോഗികൾ പോകാൻ തുടങ്ങി. മറുവശത്ത് ഈ വലിയ കോർപ്പറേറ്റുകൾ ചെറുപട്ടണങ്ങളിൽ ഫീഡർ ഹോസ്പിറ്റലുകളുടെ വലിയൊരു നിര പടുത്തുയർത്തി. ചുരുക്കത്തിൽ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ നന്നായി പ്രവർത്തിച്ചിരുന്ന ചെറുകിട ആശുപത്രികളൊക്കെ നാമാവശേഷം. പാവപ്പെട്ടവർക്ക് ഈ വൻകിട കോർപ്പറേറ്റ് ആശുപത്രികളിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും കഴിയില്ല. അല്ലെങ്കിൽ വലിയ ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ വേണം. അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകളും താലൂക്ക് ആശുപത്രികളുമൊക്കെ മാത്രമാണ്. കഴിവുള്ള ഡോക്ടർമാരെയൊക്കെ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി റാഞ്ചിയെടുത്തു. സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില ഡോക്ടർമാർക്ക് ജോലിയോട് തന്നെ യാതൊരുവിധ ആത്മാർത്ഥതയും പുലർത്താൻ കഴിയുന്നില്ല. കാരണം അവർ തിരിഞ്ഞ് കോർപ്പറേറ്റ് ആശുപത്രികളിലെ തങ്ങളുടെ സഹപ്രവർത്തകരെ നോക്കുമ്പോൾ അവരൊക്കെ വലിയ ലക്ഷങ്ങളാണ് ശമ്പളം വാങ്ങുന്നത്. മിക്ക ആശുപത്രികളിലും ഡോക്ടറും ആശുപത്രി മാനേജ്മെൻറ്റും തമ്മിൽ ഒരു വീതം വെയ്പ്പാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ശസ്ത്രക്രിയ പോലുള്ള കാര്യങ്ങളിൽ. വൻകിട ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലുന്നതോടെ രോഗിയുടെ നടുവൊടിക്കുന്ന തലത്തിലുള്ള പരിശോധനകൾ, പിന്നീട് ശസ്ത്രക്രിയ. ഇന്ന് ലക്ഷങ്ങളാണ് ഈ വൻകിട ആശുപത്രികൾ ഈടാക്കുന്നത്. എന്നാൽ മറുവശത്ത് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കോ അവിടെ മരുന്നില്ല, ചികിത്സയ്ക്ക് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ഇടതുപക്ഷ സഞ്ചാരിയായ ഒരു മെഡിക്കൽ കോളേജ് ഡോക്ടർ ഈ അടുത്ത കാലത്ത് തുറന്നു പറഞ്ഞ ചില വസ്തുതകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. സർജറിക്ക് ആവശ്യമായ ഉപകരണങ്ങളില്ല, മരുന്നില്ല. ഇതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസ്ഥ. തിരുവനന്തപുരത്തെ മാത്രമല്ല, കേരളത്തിലെയൊക്കെ മെഡിക്കൽ കോളേജുകളുടെ ഒരു പൊതു അവസ്ഥ. പാവങ്ങൾ ഇത്തരം ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്കായി എത്തിയാൽ മിക്കവാറും ഡോക്ടറുടെ കൈപ്പിഴ കൊണ്ട് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ഒന്ന് തിരിഞ്ഞു നിന്ന് ചോദിക്കാനുള്ള അവകാശമൊന്നും ഇന്ന് രോഗിയുടെ ബന്ധുക്കൾക്കില്ല. കാരണം ആശുപത്രി സംരക്ഷണ നിയമം തന്നെ. കടുത്ത നിയമപരിരക്ഷയാണ് ഡോക്ടർമാർക്കുള്ളത്. ഡോക്ടറുടെ നേരെ ചില സംശയങ്ങൾ ചോദിച്ചാൽ പോലും ജാമ്യം കൊടുക്കാതെ പിടിച്ചകത്തിടാനുള്ള വകുപ്പുകളൊക്കെ ചേർത്താണ് ഡോക്ടർമാർക്ക് പരിരക്ഷ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ RCC ആശുപത്രിയിൽ ചില ഡോക്ടർമാർ വോളണ്ടിയർമാരായി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ചിലർ ഇതൊരു സേവനത്തിൻ്റെ പാതയായി തിരഞ്ഞെടുക്കും. മറ്റു ചിലരാവട്ടെ തനിക്കുള്ളൊരു പബ്ലിസിറ്റിയുടെ മാർഗമായി. ഒരിക്കൽ അവിടെ വോളണ്ടിയർ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, അതും മറ്റൊരു ഡോക്ടറെക്കുറിച്ച്. അദ്ദേഹം ഇപ്പോൾ അവിടെ വരാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞു വിട്ടു. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഡെത്ത് റേറ്റ് അദ്ദേഹത്തിന് വളരെ കൂടുതലാണ് എന്നതായിരുന്നു ഈ ഡോക്ടറുടെ വിശദീകരണം. ഞാൻ വളരെ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താണ് ഈ ഡെത്ത് റേറ്റ്? അപ്പോഴാണ് ഡോക്ടർ വിശദീകരിക്കുന്നത്, ശസ്ത്രക്രിയയിൽ ഡോക്ടറുടെ പിഴവ് കൊണ്ട് സംഭവിക്കുന്ന മരണങ്ങൾ അത് ആ ഡോക്ടറുടെ കാര്യത്തിൽ വളരെ കൂടുതലാണ്. സാധാരണ ഇതിന് ഒരു റേഷ്യോ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ 10 മടങ്ങായിരുന്നു ഡോക്ടറുടെ കൈപ്പിഴവ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കൊള്ളിയാൻ പാഞ്ഞു. ഈ ഡോക്ടർ ഏതെങ്കിലുമൊക്കെ ആശുപത്രിയിലേക്ക് നുഴഞ്ഞു കയറും, എത്ര രോഗികളുടെ ജീവൻ തല്ലിക്കെടുത്തിയിട്ടുണ്ടാവും. മറ്റൊരു ഡോക്ടർ എന്നോട് പറഞ്ഞു, വളരെ ദീർഘമേറിയ സർജറികളിൽ ചില നേഴ്സുമാരൊക്കെ വല്ലാത്ത തിടുക്കം കൂട്ടും. വൈകിട്ടാകുമ്പോഴേക്കും കുട്ടികളെ വിളിക്കാനുണ്ടായിരുന്നു, എൻ്റെ ഷിഫ്റ്റ് സമയം കഴിഞ്ഞല്ലോ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കൂടുതൽ പ്രഷർ ഇടും. ഇവിടെയാണ് ചില അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. സ്റ്റിച്ച് ഇടുന്നതിലൊക്കെ ഒട്ടനവധി പാളിച്ചകൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഡോക്ടർക്ക് കയ്യബദ്ധം പറ്റിയാലും രോഗി ഇതൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ. മയക്കിക്കിടത്തിയുള്ള സർജറിക്കിടയിൽ എന്ത് കയ്യബദ്ധം തിരിച്ചറിയാൻ? വൻകിട ആശുപത്രികളും ഒട്ടും പിന്നിലല്ല ചികിത്സാ പിഴവുകളുടെ കാര്യത്തിൽ. നമ്മൾ കാണുന്ന വളരെ മനോഹരമായ ഒരു റിസപ്ഷൻ ഏരിയ, ലോബി, വലിയ 5 സ്റ്റാർ ഹോട്ടലുകളുടെ കെട്ടും മട്ടുമാണ് മിക്ക ആശുപത്രികൾക്കും. എന്നാൽ ആശുപത്രികളിലേക്ക് എത്തുന്ന ആ രോഗികളുടെ മുഖം മാത്രമേ നമ്മൾ മുൻവശത്ത് കാണൂ. പിൻവശത്താണ് ഈ ആശുപത്രികളുടെയൊക്കെ മോർച്ചറികൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ചികിത്സാ പിഴവോ മറ്റെന്തെങ്കിലും വീഴ്ചകളോ സംഭവിച്ച് രോഗിയുടെ ജീവൻ നഷ്ടമായാൽ ഇരുചെവി അറിയാതെ നേരെ പുറകുവശത്തെ ഡോറിലൂടെ മോർച്ചറിയിലേക്ക് മാറ്റും. അവിടെ കണ്ണീര് തൂക്കി നിൽക്കുന്നത് ആ രോഗിയുടെ ബന്ധുക്കൾ മാത്രം. ഡോക്ടർമാർക്ക് ഇതൊരു ഇൻഡസ്ട്രിയുടെ ഭാഗം. ഏറെ വേദനിപ്പിക്കുന്ന ഒട്ടനവധി കഥകൾ ഇത്തരം ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിച്ചുകൂടാ.
ബിന്ദു സുന്ദറിനെ പോലെ യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ലാതെ രോഗികളുടെ ജീവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എത്രയെത്ര ഡോക്ടർമാർ. എന്തുകൊണ്ട് കുറച്ചുകൂടി ആത്മാർത്ഥത ഇവരൊക്കെ കാട്ടുന്നില്ല? ഇന്ന് സർജറിക്കിടയിൽ മൊബൈൽ കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന നിരവധി ഡോക്ടർമാരുണ്ട് എന്ന് ആ മേഖലയിലുള്ളവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അത് ഡോക്ടർമാരുടെ മാത്രം കഥയല്ല, ഒരു ടീം വർക്കായി ഒരു ആത്മീയ നിർവൃതിയോടെ നടത്തേണ്ട സേവനം തന്നെയാണ് ആതുര ശുശ്രൂഷ. ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന വെറും മെഷീനുകളെ പോലെ ഈ രോഗികളെ നോക്കിക്കാണുകയാണ് ഇന്ന് മിക്ക ഡോക്ടർമാരും. മറുവശത്ത് വലിയ മത്സരമാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ. ഒരാശുപത്രിയിലൊന്നും മിക്കവരും ഒതുങ്ങി നിൽക്കുന്നില്ല. ഡോക്ടർമാരുടെ ബ്രാൻഡിങ്, അവരുടെ പബ്ലിസിറ്റി, അതിലൊക്കെയാണ് അവരുടെ മുഖ്യ ശ്രദ്ധ. ഓരോ രോഗിയെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ചികിത്സയൊക്കെ എന്നേ മൺമറഞ്ഞു. ഇനി വൻകിട ആശുപത്രികളിൽ ഇത്തരം പിഴവുകൾ സംഭവിച്ചാലോ? ഈ രോഗികളുടെ ബന്ധുക്കൾക്ക് ആശുപത്രിയിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും കഴിയില്ല. കാരണം മാനേജ്മെൻ്റൊക്കെ വിദൂരത്താണ്. ഇനി ഫ്രണ്ടിലെങ്ങാനും ചെന്ന് റിസപ്ഷനിൽ എന്തെങ്കിലുമൊക്കെ സംശയം ചോദിച്ചാൽ സെക്യൂരിറ്റി തൂക്കിയെറിയും. ചില ഡോക്ടർമാർ ബൗൺസർമാരെയും കൂട്ടിയാണ് നടപ്പ്. ഈ കേരളത്തിൻ്റെ ഹോസ്പിറ്റൽ മേഖല അടിമുടി പരിഷ്കരിക്കാൻ തൻ്റെ ഇടമുള്ള മിടുക്കുള്ള ഒരു ആരോഗ്യമന്ത്രിയെ നമുക്ക് വേണം. ഡോക്ടർമാരുടെ സംഘടന വിരട്ടിയാൽ വിരളാത്ത നല്ല നട്ടെല്ലുള്ള ഒരു ആരോഗ്യമന്ത്രി. അടിമുടി പരിഷ്കരിച്ച് നമ്മുടെ ഈ ആരോഗ്യ മേഖലയെ സംരക്ഷിച്ചില്ല എങ്കിൽ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ക്രൂരതയാവും അത്. അതുതന്നെയാവും ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ. നെടുമങ്ങാട് ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ കൃത്യമായ നടപടികൾ എടുത്തേ തീരൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.